ഇന്നത്തെ റെസിപ്പി മിക്സർ ജാർ ഉപയോഗിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മാർബിൾ ടീ കേക്കിൻ്റെ റെസിപ്പി ആട്ടോ. അപ്പോൾ ഒരു മുട്ടയുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ടീ കേക്ക് എങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഒരു മിക്സിയുടെ ജാറിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള ഒരു മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി അരക്കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അങ്ങനെ അടിച്ചെടുത്ത ബാറ്റർ ഞാനിവിടെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് ഒരു അരിപ്പ് വെച്ചിട്ട് ഇതിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തരിച്ചെടുക്കാം. ഈ ഒരു കേക്കിലേക്ക് നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുത്താലും മതി, നന്നായിട്ട് തന്നെ പൊങ്ങി വരും. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു അരക്കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാലെടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള പാലായിരിക്കണം. തണുത്ത പാലാണെങ്കിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയ ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ പാല് കുറേശ്ശെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇതിലേക്ക് ഇനി ഒരു 1.5 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓയിലിന് പകരം മെൽറ്റ് ചെയ്ത ബട്ടർ ഒരു 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താലും മതി. നമുക്ക് മുട്ട അരച്ച സമയത്ത് മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് ഓയിലും കൂടെ അടിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഈ ഒരു സമയത്താണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഓയിൽ ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ബാറ്റർ നമുക്ക് ഈക്വലായിട്ട് 2 പോർഷനാക്കി മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ മാർബിൾ കേക്കാണല്ലോ ചെയ്യുന്നത്, അപ്പോൾ ഒരേ അളവിലുള്ള 2 പോർഷനാക്കിയിട്ട് മാറ്റിയെടുക്കാം. അപ്പോൾ ഒന്ന് നമ്മുടെ സാധാ വാനില ബാറ്ററാണ്, മറ്റേത് നമ്മൾ റെഡ് കളറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 1/4 ടീസ്പൂണോളം റെഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇതുപോലൊരു ടിന്നിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഓയിൽ ഗ്രീസ് ചെയ്ത ശേഷം ഒരു ബട്ടർ പേപ്പറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇതുപോലെ കുറേശ്ശായിട്ട് ഓരോ ബാറ്ററും ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒരേ അളവിൽ ബാറ്റർ എടുക്കുമ്പോഴായിരിക്കും ഇതുപോലെ കറക്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കാനുണ്ടാവുള്ളൂ. ഇനി ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അതിലുള്ള എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോയി കിട്ടും. ഇതിപ്പോൾ ഞാൻ ഗ്യാസ് സ്റ്റോവിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഒരു 5 മിനിറ്റ് മുന്നേ പ്രീ ഹീറ്റ് ചെയ്ത പാനിലേക്ക് ടിന്നിറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 40 മുതൽ 45 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിലിട്ട് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 45 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ള കേക്കാണ്. ഇനി ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോയതിന് ശേഷം നമുക്കിതൊന്ന് റീമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഒരു കേക്കാണ്. ഒരു മുട്ട വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മാർബിൾ കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് 4 മണി ചായയുടെ ഒക്കെ കൂടെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടീ കേക്കാണ് കേട്ടോ. നമുക്ക് ഒരുപാട് സമയമൊന്നും വേണ്ട, വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഈ ഒരു കേക്കിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ഒരു സിമ്പിൾ ടീ കേക്കിൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്